ഇറാഖിലെ അമേരിക്കൻ സൈനിക ബേസ് പൂർണ്ണമായി തകർക്കുമെന്ന് ഇറാൻ. അതിൻ്റെ പ്രാരംഭഘട്ടം ആരംഭിച്ചിട്ടുണ്ട് എന്നും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പ്രസ്താവിച്ചു. ഇന്നലെ നടത്തിയിരിക്കുന്ന ആക്രമണത്തിൽ ഒരു അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരങ്ങളും പുറത്തു വന്നു. എന്നാൽ ഒന്നിൽ കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു എന്ന് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടാക്കി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം, ഇറാഖിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇറാഖിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാന കാര്യങ്ങൾ അമേരിക്ക ഒരുക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് ഈ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് തകർക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ്. ഒരു അറേബ്യൻ മേഖലയിലും അമേരിക്കയുടെ ബേസുകൾ സുരക്ഷിതമായിട്ട് ഉണ്ടാവില്ല എന്ന് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പാണ് ഇറാൻ്റെ ആത്മീയ നേതാവ് മുജ്തബ ഖമനായി പറഞ്ഞത്. ഉദ്ദേശിക്കുന്ന തരത്തിലൂടെയല്ല ഈ യുദ്ധം പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണം. ഒരിക്കൽ പോലും ഇറാനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർ ചലനം എന്ന രീതിയിലാണ് ഇറാഖിന് നേരെ ആക്രമണം നടത്തിയത്. അത് ആക്രമണത്തോടനുബന്ധിച്ച് പിന്നെ സ്ഥിതി വളരെ ഗൗരവകരമായി തന്നെ മാറിയിരിക്കുന്നു എന്നുള്ള 3 സൈനിക ബേസാണ് പ്രധാനമായിട്ടും ഇറാഖിലുള്ളത്. 2000 അല്ലെങ്കിൽ 2500 അമേരിക്കയുടെ സൈനികരുമുണ്ട്. ഈ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇതിനു മുൻപ് തന്നെ സങ്കീർണമായൊരു വിഷയമായിട്ട് നിലനിന്നതാണ്. കാര്യം ഇറാഖിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും സംയുക്തമായ രീതിയിൽ തന്നെ അമേരിക്കയോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ അമേരിക്കയുടെ സൈനികരെ രാജ്യത്ത് നിന്ന് പിൻവലിക്കണം, ഈ സൈനിക ബേസ് അടിച്ചുപൂട്ടണം. ഇവിടെ നിലവിൽ ആഭ്യന്തരമായിരിക്കുന്ന വിഷയപ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളോ അവസ്ഥകളോ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ നിങ്ങളെ ക്ഷണിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ സഹായത്തിന് വേണ്ടി തങ്ങൾ വിളിക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കരാർ വ്യവസ്ഥയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്നോ മറ്റോ പറഞ്ഞിട്ട് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ട്രംപിൻ്റെ ഭരണം വന്ന സമയത്തും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിനും കൃത്യമായിരിക്കുന്ന ഒരു മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്നുള്ളതാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഈ പ്രവൃത്തികൾ തങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്നവർ പറയുന്നു. അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ജോർദാനിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തുന്നു, 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നു, ഒരാളെ കാണാതാവുന്നു, കാണാതായാൽ പിന്നെ കൊല്ലപ്പെട്ട രീതിയിലായി കണ്ടെത്തുന്നു. അങ്ങനെ സ്ഥിതി, അതായത് അമേരിക്കയുടെ പൗരന്മാർക്ക് മേഖല സുരക്ഷിതരല്ല എന്നുള്ളൊരു ബോധ്യം അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മരണപ്പെട്ടത് ഒരുപാട് അവർ പ്രഖ്യാപിക്കാത്ത ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നു, അതായത് അംഗീകരിക്കാത്ത രീതിയിലൊക്കെ വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് പ്രവർത്തിക്കുന്ന സൈനികരുടെ ബന്ധുക്കൾ എല്ലാ ദിവസവും എന്ന തരത്തിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി അമേരിക്ക മനസ്സിലാക്കുന്നു. പക്ഷെ അതിന് ഒരു പ്രതിരോധം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ആ തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഒന്നുകൂടി സങ്കീർണമാകുകയാണ്. ഹൂത്തികൾ ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടും ബാബുൽ മന്ദബ് കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയ രീതിയിലുള്ള യുദ്ധ സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. ബാബുൽ മന്ദബിനെ പറ്റിയിട്ട് വളരെ കൃത്യതയോടുകൂടി പറയുന്നത്, അത് പൂർണ്ണമായ രീതിയിൽ യമനിലെ ഹൂത്തി വിമതരുടെ നിയന്ത്രണത്തിലാണ്. ചെങ്കടലിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോർമുസ് കടൽ പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. അത് പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഹൂത്തികളുടെ കയ്യിലാണ് എന്നതിനാൽ ഈ മേഖലയിലൂടെ ഏറ്റവും കൂടുതൽ വരുന്ന എണ്ണക്കപ്പൽ എന്ന് പറയുന്നത് സൗദി അറേബ്യയുടേതാണ്. സൗദി അറേബ്യയുടെ ഏകദേശം 65% എന്ന് പറയുന്നു. അത്രയും കപ്പലുകൾ ഈ പോകുന്ന ഒരു റൂട്ടാണിത്. ആ റൂട്ട് ഇങ്ങനെ ആണ് എന്നതിനാൽ തന്നെ ഇവിടെ ഒരു കൃത്യത വരുത്തുക എന്നുള്ളത്, അതായത് ഇവിടുന്ന് ഒരു ആക്രമണം ഉണ്ടാവാതിരിക്കാനുള്ള നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. ഹോർമുസ് നിലവിലെ സാഹചര്യത്തെ ഏറെക്കുറെ അടഞ്ഞ രീതിയിൽ തന്നെയാണ്. 100ഓളം കപ്പലുകൾ നിത്യേന പോയിക്കൊണ്ടിരുന്ന ഈ മേഖലയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 2-3 കപ്പലുകളാണ്. അതും ഇറാൻ്റെ അനുവാദത്തോടു കൂടിയാണ്. ഇറാൻ അനുവാദമില്ലാതെ പോകുന്ന എല്ലാ കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടക്കുന്നുണ്ട്. സുരക്ഷിതമായിരിക്കുന്ന മേഖലയാണ് എന്നൊക്കെ അമേരിക്കയുടെ പ്രസിഡന്റ് പറയാമെന്നല്ലാതെ ഇവിടെ യാതൊരു സുരക്ഷിതത്വമില്ല. ഇവിടെ കപ്പലിനും സുരക്ഷിതത്വമില്ല, ആളുകൾക്കും സുരക്ഷിതമില്ലാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ സാഹചര്യ അവസ്ഥകൾക്ക് മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ യുദ്ധത്തിന് പൂർണ്ണമായിരിക്കും ഒരു പരിഹാരം ഉണ്ടാവണം. തങ്ങളെ ആക്രമിക്കുന്നിടത്തോളം കാലം ഭയാനകരമായിരിക്കുന്ന തിരിച്ചടി തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഇറാൻ ആവർത്തിച്ച് പറയുന്നു. രാജ്യത്തിൻ്റെ
മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ആക്രമണം നടത്തുകയാണെങ്കിൽ അതിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറമായിരിക്കുന്ന തിരിച്ചടി 4 ഇരട്ടിയോളം നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു സ്ഥിതി വരും എന്നുകൂടി യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ സങ്കീർണത നിസ്സാരമൊന്നുമല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഏറ്റവും കൂടുതൽ കള്ളത്തരം പറയുന്ന ഒരു പ്രസിഡൻ്റായിട്ട് തന്നെയാണ് അയാളെ അറിയപ്പെടുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഹോർമുസിൽ യാതൊരു വിഷയവും എല്ലാ കപ്പലുകൾക്കും സ്വതന്ത്രമായിട്ട് പോകാം എന്ന് പറയുന്ന ആ കപ്പലിൻ്റെ അകത്തേക്ക് 100-ലധികം കപ്പൽ നിത്യേന പോകുന്ന ഇടങ്ങളിൽ 2-3 കപ്പലുകൾ പോകുന്നു. അതും അനുവാദമില്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നു. പിന്നെ ഇവിടെ എന്ത് സുരക്ഷിതത്വം എന്ന ചോദ്യത്തിന് ട്രംപിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. സർവ്വ മേഖലയിലും യഥാർത്ഥത്തിൽ പ്രയാസം അനുഭവിക്കുന്ന രീതിയിലേക്ക് അമേരിക്ക തന്നെ എത്തിയിരിക്കുന്നു. കാര്യം ഇത് എവിടെ കൊണ്ടെത്തിക്കണം എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. അലക്ഷ്യമായിരിക്കുന്ന യുദ്ധമാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇറാൻ തിരിച്ചാക്രമിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ആക്രമണം നടത്തി വലിയ ആഘാതം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. സാമ്പത്തികമായ രീതിയിൽ സാമ്പത്തിക രംഗത്ത് വളരെ പിന്നോക്കമുള്ള വസ്തുക്കൾ കൊണ്ട് ആക്രമണം നടത്തുക, എന്നിട്ട് വലിയ നാശങ്ങൾ ഉണ്ടാക്കുന്ന രീതി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്നു. അപ്പോൾ അവർ ലക്ഷ്യമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും. സൈനികർ കൊല്ലപ്പെടുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അമേരിക്കയിൽ ഉണ്ടാകുന്നത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ട്രംപിന് സാധിക്കാത്തൊരു പ്രയാസമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സുരക്ഷിതമില്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് മറ്റ് രാജ്യങ്ങൾക്ക് സുരക്ഷിതം കൊടുക്കുക എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുവരെ ഉപയോഗിക്കാത്ത പല ആയുധങ്ങളും തുറക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അവരുടെ വാതിലുകൾ തുറന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതുവരെ ഞങ്ങൾ തുറക്കാത്ത വാതിലുകൾ തുറന്നിട്ടുണ്ട്. പല ഈ പർവ്വതത്തിൻ്റെ തായ്വാരത്തും ഈ പർവ്വതത്തിൻ്റെ അടിഭാഗത്തും തുരങ്കങ്ങൾ ഉണ്ടാക്കിയും അല്ലാതെയുമൊക്കെയാണ് ഇവർ അവരുടെ നിർമ്മിക്കുന്ന മിസൈലുകൾ സംരക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ രഹസ്യമായിരിക്കുന്ന പല മേഖലകളും അവർക്ക് ഈ ആയുധം നിർമ്മിക്കാൻ, പ്രത്യേകിച്ച് മിസൈൽ നിർമ്മിക്കാൻ ഉണ്ട് എന്നുള്ളതും കൃത്യമാണ്. അപ്പോൾ 2 ഭാഗം കൂടി നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ യുദ്ധം അതിൻ്റെ കഠോരമായിരിക്കുന്ന മേഖലയിലൂടെയും മുഖത്തിലൂടെയുമാണ് കടന്നു പോകുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു വിജയ മുന്നേറ്റമുണ്ട് അമേരിക്കക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല എന്ന് അവർ തന്നെ പറയുന്നു. നമ്മൾ വലിയ ഡയലോഗ് ഇറക്കുക എന്നല്ലാതെ കാര്യങ്ങൾ നടക്കുന്നില്ല, കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നില്ല എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 തലയും പ്രശ്ന സങ്കീർണമായിരിക്കുന്ന രീതിയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം. അതിനൊരു പരിഹാര രീതിയെക്കുറിച്ചൊക്കെ വീണ്ടും ഖത്തറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അമേരിക്ക എന്ന് പറയുന്നുണ്ട്. കുറച്ചും കൂടി ഒരു വിപുലമായ രീതിയിലുള്ള കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളത്. അതിന് ഖത്തർ പറഞ്ഞിരിക്കുന്ന കാര്യം ഏത് തരത്തിലുള്ള കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയാലും പരസ്പരം 2 കക്ഷികൾ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ കരാർ വ്യവസ്ഥ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കരാർ ലംഘിക്കുന്നത് ആദ്യം തന്നെ അമേരിക്ക തന്നെയാണ്. അമേരിക്ക ഏത് കരാർ വ്യവസ്ഥയും ആദ്യം ലംഘിക്കുക അവർ തന്നെയാണ്. അപ്പോൾ അവർ കരാർ ലംഘിക്കുന്ന കരാർ വ്യവസ്ഥ ഉണ്ടെങ്കിൽ പിന്നീട് ഇതെങ്ങനെയാണ് ലക്ഷ്യം കാണുക എന്നവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും സങ്കീർണതയിൽ നിന്ന് സങ്കീർണതയിലേക്കാണ് പ്രശ്നങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.